ഇടമലക്കുടി നിവാസികൾക്ക് സ്വപ്ന സാക്ഷാത്കാരം. സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 2010 നവംബർ 1 സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി രൂപീകരിച്ചത്. ആനമുടി സംരക്ഷിത വനമേഖലയ്ക്കുള്ളിലെ 24 സെറ്റിൽമെന്റുകളിലായി മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട ഗോത്രവർഗക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഇടമലക്കുടി. ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാർ പഞ്ചായത്തിലെ ഒരു വാർഡ് മാത്രമായിരുന്ന ഇടമലക്കുടിയെ സ്വതന്ത്ര പഞ്ചായത്താക്കി 2010 സർക്കാർ പ്രഖ്യാപിച്ചത്. വർഷം ഇത്ര പിന്നിട്ടിട്ടും ഇടമലക്കുടിയിൽ പൂർണ്ണതോതിൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല. ഇടമലക്കുടിക്കാരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടാണിപ്പോൾ പഞ്ചായത്ത് ഓഫീസ് ഇടമലക്കുടിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഏത് സേവനവും, ഏത് സർട്ടിഫിക്കറ്റും, ഏത് സേവനവും ഇനി നിങ്ങൾക്ക് ഓഫീസിൽ പോകാതെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നേടാൻ കഴിയും. ഇന്ത്യയിൽ ആദ്യമായി എല്ലാ തദ്ദേശ സേവനങ്ങളും പൂർണ്ണമായും ഓൺലൈനാക്കിയ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. ഇടമലക്കുടിക്കാരെ കേരളത്തിലെ ഗവൺമെന്റ് ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. ഇതുവരെ എങ്ങനെയാണോ ചേർത്ത് പിടിച്ചത് അതുപോലെ. ചില പ്രശ്നങ്ങൾ MLA ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ റോഡ് നിർമ്മാണവുമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചില നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. MLAയോട് പറഞ്ഞിട്ടുണ്ട്, തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിയാൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മീറ്റിംഗ് വിളിക്കാം. കഴിയാവുന്നത്ര ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ അതിലെല്ലാം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് എന്ന് ഞാൻ MLAക്ക് ഉറപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊന്നും ഒരാശങ്ക വേണ്ട. റോഡിന്റെ നിർമ്മാണം ഇനിയും പൂർത്തിയാവാനുണ്ട്. കുറച്ചായിട്ടേ ഉള്ളൂ, 5 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ബാക്കി പൂർത്തിയാവാനുണ്ട്. എത്രയും വേഗത്തിൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഇതുവരെ ദേവികുളത്തെ ക്യാമ്പ് ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന ഇടമലക്കുടി പഞ്ചായത്ത് ഓഫീസിൽ വനിതകളടക്കം 13 ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത്. ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണമായി ഇടമലക്കുടിയിലേക്ക് മാറുന്നതോടെ വനിതാ ജീവനക്കാർക്ക് താമസിക്കാനായി സൊസൈറ്റി കുടിയിലെ പഴയ അക്ഷയ കേന്ദ്രം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം തയ്യാറാക്കിയിട്ടുണ്ട്. പുരുഷന്മാർക്ക് താമസിക്കുന്നതിനുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ തന്നെ താമസ സൗകര്യമൊരുക്കും. കാട്ടാനശല്യം ഒഴിവാക്കുന്നതിനായി ഓഫീസ് കെട്ടിടത്തിന് ചുറ്റും ട്രഞ്ച് നിർമ്മാണം പൂർത്തിയായി. ഉദ്ഘാടന ചടങ്ങിൽ എ. രാജ MLA അധ്യക്ഷനായിരുന്നു. ഡീൻ കുര്യാക്കോസ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണാക്കുന്നേൽ, ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ്, ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി, തദ്ദേശ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ MP അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ലൈഫ് ഭവന പദ്ധതിയുടെ താക്കോൽദാനവും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആംബുലൻസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫും നടന്നു. വിവിധ ഊരുമൂപ്പന്മാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, എക്സൈസ്, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു.